വർഷമായി ശമ്പളം ലഭിക്കാതിരുന്ന അലീന ടീച്ചറുടെ മരണം സർക്കാരിന്റെ അനാസ്ഥ മൂലമെന്ന് മൂവാറ്റുപുഴ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജെയ്സൺ പി ജോസഫ്. 10,000-ഓളം അധ്യാപകരുടെ നിയമനം ഉടൻ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് KPSTA മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ DEO ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 16,000-ഓളം അധ്യാപകരുടെ നിയമനം ഉടൻ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് KPSTA മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബിജു കെ ജോൺ അധ്യക്ഷത വഹിച്ച യോഗം കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജെയ്സൺ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 6 വർഷമായി ശമ്പളം ലഭിക്കാതിരുന്ന അലീന ടീച്ചറുടെ മരണം സർക്കാരിന്റെ അനാസ്ഥ മൂലമാണെന്ന് ജെയ്സൺ പി ജോസഫ് പറഞ്ഞു. അലീന ടീച്ചർ എന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ അലീന ടീച്ചറുടെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ അലീന ടീച്ചർ ഒരു വലിയ വിഷമമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ആ അലീന ടീച്ചർ മാത്രമല്ല, ഒരുപാട് അലീന ടീച്ചർമാർ നമുക്ക് ചുറ്റുമുണ്ട്. അത് ഇതിൻ്റെ എല്ലാം പ്രതീകങ്ങളായിട്ടാണ് അലീന ടീച്ചർ നമ്മുടെ നിന്ന് മാറ്റപ്പെടുന്നത്. നമുക്കറിയാം, എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും അധ്യാപകർ എല്ലാ തലങ്ങളിലും പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. ഈ ഗവൺമെൻറ് നമുക്കെതിരെ ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും അതിൻ്റെ ഏതർത്ഥത്തിലും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കിരാതമായ ഭരണമാണ് ഉള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അധ്യാപകർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളിലും ഇന്നേ ദിവസം ധർണാ സമരം നടക്കുകയാണ്. സംസ്ഥാന കൗൺസിലർ സെലിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ ദിവസം ഈ CPM-കാർക്ക് ഒരു പോസ്റ്റ് ഇടുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ. അത് ഡെമോക്രാറ്റിക് തിങ്കേഴ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഇതിലാണ് കിടക്കുന്നത്, ഒരു ലിങ്കാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് വളരെ മോശമായ രീതിയിൽ സർക്കാരിൻ്റെ അലംഭാവമല്ല, മറിച്ച് താമരശ്ശേരി രൂപതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ഭരണം കൂടെ കിട്ടിയതോടുകൂടി ഇതിൽ ശരിക്കും വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഭരണമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ഞാൻ ഇന്നലെ ഒരു CPM-കാരനായ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പരാതി വെച്ച് ഹിയറിംഗ് നടത്തിയിട്ടിരിക്കുന്ന ഒരാളാണ്. അതായത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ കോൺഗ്രസ്സുകാരായ ആൾക്കാരെ മുഴുവനും ഒന്നടങ്കം മോശമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജെയ്സൺ സാറ് പറഞ്ഞു, നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ അപ്പോയിൻമെൻറ്റ് പാസ്സാകാത്ത അധ്യാപകർ. ഇപ്പം എൻ്റെ സ്വന്തം വീട് ഇടുക്കിയിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ റബ്ബർ പ്ലാസ്റ്റിക് ഇടാൻ നേരത്ത് അപ്പോയിൻമെൻറ്റ് പാസ്സാകാത്ത ഒരു അധ്യാപകനുണ്ട്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി വിളിച്ച് പറയും, പ്ലാസ്റ്റിക് ഇടാൻ നേരത്ത് ഒന്ന് പറയണം കേട്ടോ. അതുപോലെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്, അധ്യാപക സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്നത്. വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി അനൂപ് ജോൺ, റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് സൈബി സി കുര്യൻ, സെറ്റോ കൺവീനർ ബിനു EP, ബിജു M പോൾ, ജോബി കുര്യാക്കോസ്, ജൂണോ ജോർജ്, ഷൈനി ജോസഫ്, ടോംസൺ പി ജോസ്, ഷാജി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.